ഫോർസൈറ്റ്സ് ടിവിയുടെ മണ്ഡലങ്ങളിലൂടെ എന്ന രാഷ്ട്രീയ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. പാർട്ടിക്കും അപ്പുറത്തേക്ക് വളർന്ന് കൊല്ലത്ത് പടർന്നു പന്തലിച്ച NK പ്രേമചന്ദ്രൻ എന്ന വടവൃക്ഷത്തെ ഇത്തവണയെങ്കിലും വീഴ്ത്തണമെന്ന വാശിയിലാണ് കൊല്ലത്തെ CPM. അതിനാണ് MLA എന്നതിനേക്കാൾ ഉപരി നടൻ കൂടിയായ മുകേഷിനെ ഇറക്കി കൊല്ലം പിടിക്കാൻ CPM ശ്രമിക്കുന്നത്. വോട്ട് വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിലും BJP സ്ഥാനാർത്ഥിയായി S കൃഷ്ണകുമാറും ശക്തമായി തന്നെ രംഗത്തുണ്ട്. കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതാണ് കൊല്ലത്തിൻ്റെ ശീലം. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന 17 തിരഞ്ഞെടുപ്പുകളിൽ 10ലും ഇടതുപക്ഷത്തിനായിരുന്നു വിജയം. മണ്ഡലം രൂപീകരിച്ച ശേഷം 1957 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി RSPയുടെ N ശ്രീകണ്ഠൻ നായരാണ് വിജയിച്ചത്. പിന്നീട് CPIയുടെ PK കൊടിയനും വിജയിച്ചു. 1962 മുതൽ 1977 വരെ നടന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ അജയ്യ പോരാട്ടമായിരുന്നു N ശ്രീകണ്ഠൻ നായർ നടത്തിയത്. പക്ഷേ 1980 ശ്രീകണ്ഠൻ നായർ കടിതെറ്റി. BK നായരിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തു. 1984 മുതൽ 1989 വരെ 3 തെരഞ്ഞെടുപ്പുകളിൽ S കൃഷ്ണകുമാറിനെ വെച്ച് K കരുണാകരൻ നടത്തിയ പരീക്ഷണം വിജയിച്ചപ്പോൾ കോൺഗ്രസ് മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടി. കൃഷ്ണകുമാറിനെ വീഴ്ത്താൻ RSPയെ കൊണ്ടുവന്ന പരീക്ഷണമായിരുന്നു NK പ്രേമചന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കുമായി വന്ന NK പ്രേമചന്ദ്രൻ 1996ലും 1998ലും വിജയിച്ചു. 1999 RSPയിൽ നിന്ന് CPM സീറ്റ് ഏറ്റെടുത്തു. അത്തവണയും പിന്നീടും നടന്ന തിരഞ്ഞെടുപ്പിൽ P രാജേന്ദ്രനായിരുന്നു കൊല്ലത്തു നിന്നുള്ള MP. 2009 K കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന N പീതാംബരക്കുറുപ്പിന് കൊല്ലം സീറ്റ് നൽകി. ആ പരീക്ഷണത്തിലും കോൺഗ്രസ് വിജയിച്ചു. LDFിൽ നിന്ന് മാറി RSP UDFിലേക്ക് പോയ ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും പ്രേമചന്ദ്രനാണ് വിജയിച്ചത്. 2014 MA ബേബി CPM സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം 37,649 ആയിരുന്നു. 2019 KN ബാലഗോപാലൻ മത്സരിച്ചപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം 1,48,869 ഉയരുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് KV സാബു ആയിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥി. 1,03,339 വോട്ട് BJPയും പിടിച്ചു. മുകേഷിനെ പരീക്ഷിക്കുമ്പോൾ ഭൂരിപക്ഷം കിട്ടാനുള്ള ശ്രമത്തിലാണ് പ്രേമചന്ദ്രനും UDFും. ലക്ഷം വോട്ട് ഇരട്ടിയാക്കാനുള്ള പരിശ്രമത്തിലാണ് കൃഷ്ണകുമാർ.